ഇതിലൊക്കെ നമ്മുടെ സമ്പാദ്യമാണ് കേട്ടോ. അതായത് ഉണ്ണി വന്നിട്ട് ഇപ്പൊ ഒരു 5 മാസം ആവാറായി. അതിന്റെ ഇടയിൽ നമ്മൾ മേടിച്ച ഡയപ്പറിനൊന്നും ഒരു കണക്കില്ല കേട്ടോ. ഇതൊന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം പാടുപെട്ടിരുന്നു കേട്ടോ. ഇപ്പൊ സീരിയസ്ലി അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഫയർ ഇൻസിനേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാട്ടോ വേണമെങ്കിൽ ഇതിന്. കാരണം ഒരു വീട്ടിലുള്ള ഉണങ്ങിയ ഇലകള്, നാപ്കിൻസ്, ഡയപ്പർ അങ്ങനെയുള്ളതൊക്കെ ഇതിൽ ഈസി ആയിട്ട് തന്നെ കത്തിപ്പോകും. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടാ. ആ ഒരു അനുഭവത്തിൽ പറയാണ്, അടിപൊളി സാധനമാണ്. എത്രത്തോളം നനഞ്ഞ ഇതായിട്ടുള്ള ഡയപ്പർ ആണെങ്കിലും ഇതിൽ കത്തിപ്പോക്കോളൂ കേട്ടോ. മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നോർമൽ കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, ചവറുകള്, അതേപോലെ തന്നെ ഉണങ്ങിയ ഇലകള്, കാര്യങ്ങള്, കടലാസുകള്, പേപ്പറുകള്, അതൊക്കെ ഇതിൽ ഞങ്ങൾ കത്തിക്കാറുണ്ട് കേട്ടോ. ഇതിൽ ആദ്യം കുറച്ച് ഉണങ്ങിയ ചകിരി ഇലകൾ ഇട്ട് കൊടുക്കുക, പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് കത്തിക്കുക. അതിന് ശേഷം നല്ല രീതിയിൽ കത്തി തുടങ്ങും. അപ്പൊ നമ്മുടെ ഡയപ്പർ, നമുക്ക് ആവശ്യമുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കാം. അങ്ങനെയാണ് കേട്ടോ, നല്ല രീതിയിൽ കത്തിപ്പോകും. അപ്പൊ നമ്മളൊരു 3 ദിവസത്തെ ഡയപ്പർ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ.